വിദ്യാപോഷണി സഭ സ്ഥാപിച്ചത് ആര്? ഉത്തരം സഹോദരൻ അയ്യപ്പൻ. ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം മഹാരാഷ്ട്ര. സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം CR ദാസും മോത്തിലാൽ നെഹ്റുവും. പ്രധാനമായും സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയതും ഭൂമിയുടെ വ്യാപ്തിയുടെ 84% വരുന്നതുമായ ഭൂമിയുടെ പാളി ഏതാണ്? ഉത്തരം ആന്ധ്ര അകക്കാമ്പ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? ഉത്തരം കറുത്ത മണ്ണ്. ഏത് അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്? ഉത്തരം സ്ട്രാറ്റോസ്ഫിയർ. കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്നതും വിവിധ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെൻറ്റിൻ്റെ ഉൽപ്പാദനത്തെ പിന്തുണയ്ക്കുന്നതുമായ ധാതു ഏതാണ്? ഉത്തരം ഇൽമിനേറ്റ്. സർക്കാർ സംരംഭത്തിന് കീഴിൽ സ്വത്തുക്കളുടെ ജിയോ ടാഗിംഗ് പൂർത്തിയാക്കിയ ആദ്യത്തെ സംസ്ഥാനമെന്ന പദവി അടുത്തിടെ നേടിയ ഇന്ത്യൻ സംസ്ഥാനം? ഉത്തരം കർണാടക. ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം? ഉത്തരം 1951. നീതി ആയോഗ് സ്ഥാപിതമായ വർഷം? ഉത്തരം 2015. ഇന്ത്യയിൽ GDP കണക്കാക്കുന്നത് ആരാണ്? ഉത്തരം CSO. ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെൻറ് തുടങ്ങിയ പുതിയ പദ്ധതിയുടെ പേർ എന്താണ്? ഉത്തരം ഡിജിറ്റൽ ഇന്ത്യ. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഡോക്ടർ MS സ്വാമിനാഥൻ. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ? ഉത്തരം സുമൻ ബെറി. കൂടുതൽ അധികാരത്തോടു കൂടിയ കേന്ദ്ര ഗവൺമെൻറ് എന്ന ഇന്ത്യൻ ഫെഡറലിസം ഏത് ഭരണഘടനയുടെ സ്വാധീനത്താൽ രൂപപ്പെടുത്തിയതാണ്? ഉത്തരം കാനഡ. കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തെക്കുറിച്ച് പറയുന്നതിൽ സംസ്ഥാന ലിസ്റ്റിൽ പെടാത്ത വിഷയം ഏത്? ഉത്തരം വനം. അമേരിക്കൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് എത്ര വർഷത്തേക്കാണ്? ഉത്തരം 4 വർഷം. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ ആൻ്റണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണ്? ഉത്തരം പോർച്ചുഗൽ. ആസാദി കാ അമൃത് മഹോത്സവവുമായി ബന്ധപ്പെട്ട വനിതകൾക്കായി കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതി? ഉത്തരം മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ്. 2024 കേരള ബഡ്ജറ്റിൽ പരാമർശിച്ചിട്ടുള്ള ഉന്നതി മിഷൻ ആരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ്? ഉത്തരം പട്ടികവർഗ വിഭാഗങ്ങളുടെ. കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏത്? ഉത്തരം മെലാട്ടോണിൻ. ഇന്ത്യയിലെ 3 ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഏതൊക്കെ? ഉത്തരം ഇന്തോ ബർമ, വടക്ക് കിഴക്കൻ ഹിമാലയം, പശ്ചിമഘട്ടം. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണം? ഉത്തരം EEG. വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയെ സംരക്ഷിക്കാനാണ് 2024 മെയ് മാസത്തിൽ മണിപ്പൂർ സർക്കാർ 30 ഏക്കർ പുൽമേട് അനുവദിച്ചത്? ഉത്തരം പോളോ പോണി. ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ്? ഉത്തരം സ്ഥിതികോർജം. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രത ആരം 40 സെൻറ്റിമീറ്ററാണ്. ഈ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എത്ര? ഉത്തരം 20 സെൻറ്റിമീറ്റർ. ഒരു ഹൈഡ്രോളിക് ജാക്കിൻ്റെ പ്രവർത്തനം ഡാഷ് നിയമത്തെ അടിസ്ഥാനമാക്കിയാണ്? ഉത്തരം പാസ്കൽ നിയമം. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ എന്നറിയപ്പെടുന്നത്? ഉത്തരം പ്രഗ്യാൻ. ദ്രവ്യത്തിൻ്റെ ഏത് അവസ്ഥയാണ് 2023 കണ്ടെത്തിയത്? ഉത്തരം ചിറാൽ ബോസ് ലിക്വിഡ് സ്റ്റേറ്റ്. ദ്രവ്യത്തിൻ്റെ 5ാമത്തെ അവസ്ഥ? ഉത്തരം ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ഗൺമെറ്റലിൽ അടങ്ങിയ ലോഹങ്ങൾ? ഉത്തരം കോപ്പർ, ടിൻ, സിങ്ക്. ഉരുളക്കിഴങ്ങ് പോലുള്ള വിളകൾക്ക് അനുയോജ്യമായ മണ്ണിൻ്റെ pH? ഉത്തരം 5. ഫ്രീസിംഗ് മിശ്രിതം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലവണം?
ഉത്തരം ടേബിൾ സാൾട്ട്. ഇലക്ട്രിക് കാറുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററികളിൽ അടങ്ങിയ പ്രധാന മൂലകം. ഉത്തരം ലിഥിയം. സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത്? ഉത്തരം മായ OS. ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 കീഴിൽ സ്ഥാപിതമായ ബോഡികൾ ഏതാണ്? ഉത്തരം ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 നിയമപ്രകാരം സംരക്ഷണ ഉത്തരവ് ലംഘിക്കുന്നതിനുള്ള പരമാവധി ശിക്ഷ എത്ര? ഉത്തരം 1 വർഷം വരെ തടവോ 20,000 വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്ര അംഗങ്ങൾ ഉൾക്കൊള്ളുന്നു? ഉത്തരം 6 അംഗങ്ങൾ. ദേശീയ വനിതാ കമ്മീഷൻ അതിൻ്റെ വാർഷിക റിപ്പോർട്ട് ഏത് ബോഡിക്കാണ് സമർപ്പിക്കേണ്ടത്? ഉത്തരം കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഏക മലയാളി ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഇദ്ദേഹം ഏത് സമ്മേളനത്തിലാണ് അധ്യക്ഷത വഹിച്ചത്? ഉത്തരം അമരാവതി. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ചതാര്? ഉത്തരം VP മേനോൻ. ഉപദ്വീപീയ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്നവയെയും പടിഞ്ഞാറോട്ട് ഒഴുകുന്നവയെയും തമ്മിൽ വേർതിരിക്കുന്ന ജലവിഭാജകം ഏത്? ഉത്തരം പശ്ചിമഘട്ടം. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന ആര്? ഉത്തരം റൂസോ. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം? ഉത്തരം 1950. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്ന വർഷം? ഉത്തരം 1955. കോവിഡിനെതിരായ mRNA വാക്സിൻ വികസിപ്പിച്ചതിന് 2023 വൈദ്യശാസ്ത്ര നോബൽ നേടിയ വ്യക്തി ആര്? ഉത്തരം കാറ്റലിൻ കാരിക്കോ. നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി കേരള സർക്കാരിൻ്റെ ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ്? ഉത്തരം ശലഭം. ചീറ്റ പദ്ധതിയുടെ ഭാഗമായി ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലെത്തിച്ച ചീറ്റകളെ ഏത് ദേശീയോദ്യാനത്തിലാണ് പുനരധിവസിപ്പിച്ചത്? ഉത്തരം കുനോ ദേശീയോദ്യാനം. ലോക ബാങ്കിൻ്റെ മറ്റൊരു പേര്? ഉത്തരം IBRD. ഡെങ്കിപ്പനി പരത്തുന്നത് ഏതുതരം കൊതുകുകളാണ്? ഉത്തരം ഈഡീസ് ഈജിപ്റ്റി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏതാണ്? ഉത്തരം അയോർട്ട. കേരളപാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നതാര്? ഉത്തരം AR രാജരാജവർമ്മ. മൺസൂർ ക്രോക്സ് ബയോബ്ലിറ്റ്സ് 2024 പദ്ധതി നടപ്പിലാക്കുന്നതാര്? ഉത്തരം കേരള വനഗവേഷണ കേന്ദ്രം. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏത്? ഉത്തരം മിഠായി. ഇന്ത്യയിൽ കൽക്കരി നിക്ഷേപത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം? ഉത്തരം ജാർഖണ്ഡ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ വൈസ്രോയി? ഉത്തരം കോൺവാലിസ്. നാഗാർജുന സാഗർ കടുവ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നവിടെ? ഉത്തരം ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം? ഉത്തരം ഹെമീസ് നാഷണൽ പാർക്ക്. രാജ്യത്തിന് ഭരണം വേണം എന്ന ആവശ്യം ആദ്യം മുന്നോട്ട് വെച്ച ധീരദേശാഭിമാനി? ഉത്തരം ബാലഗംഗാധര തിലകൻ. ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റിവിറ്റിയുള്ള മൂലകം? ഉത്തരം ഫ്ലോറിൻ. കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് രംഗത്താണ് പ്രശസ്തി നേടിയത്? ഉത്തരം സർക്കസ്. ബൈറ്റ്, കിലോബൈറ്റ്, മെഗാബൈറ്റ്, ഡാഷ്, ടെറാബൈറ്റ്, ഇതിൽ വിട്ടുപോയത് പൂരിപ്പിക്കുക. ഉത്തരം ഗിഗാബൈറ്റ്. ഏത് സംയുക്തത്തിൻ്റെ നിർമ്മാണത്തിനാണ് സ്പോഞ്ചി അയൺ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത്? ഉത്തരം അമോണിയ. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരം ഇരകളെ നേരിട്ട് ഉപദേശിക്കാൻ ആർക്കാകും? ഉത്തരം മജിസ്ട്രേറ്റ്. രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ ലക്ഷ്യമിടുന്നത്? സെക്കൻഡറി വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരമുയർത്തൽ. മ്യൂറിയാറ്റിക് ആസിഡ് എന്നറിയപ്പെടുന്ന ആസിഡ്? ഉത്തരം ഹൈഡ്രോക്ലോറിക് ആസിഡ്. വെള്ളക്കടുവകൾക്ക് പ്രസിദ്ധമായ ഇന്ത്യയിലെ കടുവ സംരക്ഷണ കേന്ദ്രം?
ഉത്തരം നന്ദൻ കാനൻ, ഒഡീഷ. കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്? ഉത്തരം വൈറ്റമിൻ കെ. ഇന്ത്യയിലെ ആദ്യത്തെ ധാന്യ ATM പ്രവർത്തിച്ചു തുടങ്ങിയത് എവിടെ? ഉത്തരം ഗുരുഗ്രാം. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികൾ? ഉത്തരം നർമ്മദ, താപ്തി. ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം? ഉത്തരം ദക്ഷിണ ഗംഗോത്രി. വെബ് പേജുകളിലെ കീവേഡുകളെ കണ്ടുപിടിക്കാൻ സെർച്ച് എഞ്ചിൻ വെബ്സൈറ്റുകളിൽ ഉപയോഗിക്കുന്ന പ്രോഗ്രാം? ഉത്തരം സ്പൈഡർ. സ്വകാര്യതയുടെ ലംഘനവുമായി ബന്ധപ്പെട്ട IT ആക്ട് 2000 സെക്ഷൻ? ഉത്തരം 66E. നന്ദനാർ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ഉത്തരം PC ഗോപാലൻ. ഇന്ത്യയിലെ കറൻസി നോട്ട് അച്ചടിക്കുന്നതിന് കടലാസ് നിർമ്മിക്കുന്ന സ്ഥലം? ഉത്തരം ഹോഷങ്കാബാദ്, മധ്യപ്രദേശ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ. താങ്ക് യു.